കേരള കേരള കേരളമെന്നാക്കിയ ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. അത് വലിയ തോതിൽ നമ്മുടെ സംസ്ഥാനം സ്വീകരിക്കപ്പെട്ട പശ്ചാത്തലമുണ്ടായിരുന്നു. അതിന് പിന്നാലെ പശ്ചിമ ബംഗാളിൻ്റെ പേര് ബംഗ്ല എന്നാക്കണമെന്ന ആവശ്യമാണ് വീണ്ടും മമതാ ബാനർജി അവിടുത്തെ മുഖ്യമന്ത്രി ഉയർത്തുന്നത്. ബംഗാളിൻ്റെ പേര് മാറ്റണമെന്ന ആവശ്യം കേന്ദ്രം അംഗീകരിക്കാത്തത് ബംഗാൾ വിരോധം കൊണ്ടെന്നാണ് മമതയുടെ പുതിയ ആരോപണം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പേരുമാറ്റം മമത രാഷ്ട്രീയ ആയുധമാക്കുന്ന പശ്ചാത്തലം കൂടിയാണ്. നമുക്കറിയാം, കേന്ദ്രത്തോട് ഏറ്റവും ശക്തമായി പോരടിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് മമതാ ബാനർജി. അതിന് പലവിധ വിഷയങ്ങൾ അവർ ആയുധമാക്കാറുണ്ട്. ഇപ്പോൾ ബംഗ്ല എന്ന് പേര് മാറ്റണം എന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ അത് സംശയമില്ലാത്ത കാര്യമാണ്. പശ്ചിമ ബംഗാളിലെ ജനങ്ങളുടെ വികാരത്തെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒന്നുകൂടിയാണ്. ആർ രാകേഷ് വിവരങ്ങൾ പങ്കുവെക്കുന്നു. രാകേഷ്, നേരത്തെയും മമത ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്, ഇത്തരത്തിൽ പേരുമാറ്റം വേണമെന്ന കാര്യത്തിൽ. ഇപ്പോൾ ഈ പുതിയ ആവശ്യത്തോട് സർക്കാർ മുഖം തിരിക്കുന്ന പശ്ചാത്തലമുണ്ടോ? എന്താണ് മമത അല്പം കൂടി കടത്തി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരുക്കത്തിലാണോ? രഞ്ജിത്ത്, കേരള എന്നുള്ളത് കേരളം എന്നാക്കി ഔദ്യോഗികമാക്കി കൊണ്ടുള്ള തീരുമാനം ഇന്നലെയാണ് കേന്ദ്രമന്ത്രിസഭ കൈക്കൊണ്ടത്. ഏതായാലും അതിനെ അനുകൂലിച്ചുള്ള പ്രതികരണങ്ങൾ കണ്ടു, ചില രസകരമായ പ്രതികരണങ്ങൾ കണ്ടു. പക്ഷേ അതിനെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി എന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിൻ്റെ പേരുമാറ്റത്തെ കേരളം എന്നാക്കിയതിനെ മമതാ ബാനർജി അനുകൂലിക്കുന്നുണ്ട്. പക്ഷേ കേന്ദ്രത്തിനെതിരെ കടുത്ത വിമർശനമാണ് മമതാ ബാനർജി ഉന്നയിച്ചത്. അതിന് കാരണവുമുണ്ട്. കാരണം 2016 പശ്ചിമബംഗാൾ നിയമസഭ പേരുമാറ്റം എന്ന ആവശ്യം, അതിനുള്ള പ്രമേയം പാസ്സാക്കുന്നത്. അന്ന് 3 പേരുകളാണ് കേന്ദ്രത്തിന് മുമ്പിൽ സമർപ്പിച്ചത്. ബംഗാളിൽ ബംഗ്ല, ഒപ്പം തന്നെ ഇംഗ്ലീഷിൽ ബംഗാൾ, ഹിന്ദിയിൽ ബംഗാൾ, അങ്ങനെ 3 പേരുകൾ കേന്ദ്രത്തിന് മുന്നിൽ സമർപ്പിച്ചിരുന്നു പശ്ചിമബംഗാൾ സർക്കാർ. പക്ഷേ അത് അംഗീകരിക്കപ്പെട്ടില്ല. അന്ന് അതിനൊരു കാരണമായി കേന്ദ്രം പറഞ്ഞിരുന്ന വിശദീകരണം 3 പേര് ഒരു സംസ്ഥാനത്തിന് അതൊട്ടും ശരിയായ നടപടിയല്ല, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ബംഗ്ല എന്ന് പേര് മാറ്റുമ്പോൾ അത് ബംഗ്ലാദേശിനുമായി സാമ്യമുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ വലിയൊരു സംസ്ഥാനത്തിന് അത്തരമൊരു പേര് നൽകുന്നത് എന്നുള്ള കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിലൊരു കേന്ദ്രത്തിന് തീരുമാനം അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കേരളം എന്നാക്കി മാറ്റുമ്പോൾ അത് രാഷ്ട്രീയ ആയുധമാക്കുകയാണ് മമതാ ബാനർജി. കാരണം 2023 കേരള നിയമസഭ ഈ പ്രമേയം പാസ്സാക്കുന്നത്. പിന്നീട് 2024 സമാനമായ പ്രമേയം പാസ്സാക്കി. ബംഗാളാകട്ടെ അതിനും ഏറെ മുമ്പ് 2016 ആ പേരുമാറ്റം എന്ന ആവശ്യം, അത്തരമൊരു പ്രമേയം പാസ്സാക്കുകയും കേന്ദ്രത്തിന് മുന്നിൽ അത് അപേക്ഷയായി സമർപ്പിക്കുകയും ചെയ്തത്. അപ്പോൾ ബംഗാൾ വിരോധം കൊണ്ടാണ് ഇത്തരമൊരു നടപടി കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്നാണ് മമതാ ബാനർജി ആരോപിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കുമെതിരെയൊക്കെ തന്നെ കടുത്ത വിമർശനം ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇരുവരും ബംഗാളിലെത്തുകയും മുതലക്കണ്ണീർ ഒഴുക്കുകയും ചെയ്യുന്നു. പക്ഷേ ബംഗാളിൻ്റെ പാരമ്പര്യത്തെ, പൈതൃകത്തെ ഒന്നും ബഹുമാനിക്കുന്നില്ല. ബംഗാളികളുടെ ഐക്കണുകളെ ഇവരെയൊന്നും തന്നെ ബഹുമാനിക്കാൻ ഈ നേതാക്കൾ തയ്യാറാകുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ബംഗാൾ വികാരം ഉണർത്തുകയാണ് മമതാ ബാനർജി. തീർച്ചയായും മമതാ ബാനർജി ഇപ്പോൾ ഈ വിഷയം ഉന്നയിക്കുന്നതിൽ രാഷ്ട്രീയമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കേരളത്തിനൊപ്പം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അവിടെ BJP ആണ് മുഖ്യ എതിരാളി തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ BJPക്ക് അതൊരു രാഷ്ട്രീയ ആയുധം, പോർമുഖം തുറക്കുകയാണ് ഈ വിഷയത്തിൽ മമതാ ബാനർജി. അതാണ് മമത ഏതായാലും ലക്ഷ്യമിടുന്നത്. മാത്രമല്ല, മറ്റൊരു ആരോപണം കൂടി ഇപ്പോൾ മമതാ ബാനർജി ഉന്നയിക്കുന്നുണ്ട്. അതായത് CPM-മായി BJPക്ക് ബന്ധമുണ്ട്, അടുപ്പമുണ്ട്. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ കേരളത്തിൻ്റെ പേരുമാറ്റം നടപ്പാക്കിയെന്ന ആരോപണം കൂടി മമതാ ബാനർജി പങ്കുവയ്ക്കുന്നുണ്ട്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും പുതിയ ആവശ്യവുമായി മമത കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിലേക്ക്. അതിനോട് കേന്ദ്രം ഏത് തരത്തിൽ പ്രതികരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ബംഗാൾ വിരോധം എന്ന വാക്കുകൂടി മമത ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും അതൊരു രാഷ്ട്രീയ പോരാട്ടമായി ബംഗാളിൽ മാറുന്ന സാഹചര്യമാണ്. ആർ രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.